കോൺഗ്രസ് ഇന്ത്യയിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഏറ്റവും വലിയ ചെറ്റത്തരങ്ങൾ പാർട്ട് 3 കാശ്മീർ പ്രശ്നം. കാശ്മീർ പ്രശ്നത്തിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കാം. 1948 കോൺഗ്രസ് ഇതങ്ങ് പിടിച്ച് UN കൊണ്ട് ഇട്ടതായിരുന്നു. എന്നിട്ട് അവരും പറഞ്ഞ കേട്ട് മേലോട്ടൊക്കെ കുറെ കാലം നിന്നു. അതായത് ആക്ച്വലി നമ്മൾ ഈ രണ്ട് രാജ്യം ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൽ നമുക്ക് കഴിവുണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്ത് അത്തരത്തിൽ സോൾവ് ചെയ്യും. എന്നിട്ട് പോലും ഒരു ആവശ്യം ഇല്ലാണ്ട് UN കൊണ്ടിട്ട് കുറെ കാലം അത്തരത്തിൽ മേലോട്ടൊക്കെ നിന്നു. ഇത് തന്നെയാണ് ആക്ച്വലി കാശ്മീർ പ്രശ്നം അത്തരത്തിൽ കൂടുതലായിട്ട് വഷളാവാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി യുഎന്നിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ന്യായത്തിന്റെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കണം ഒരു നിർബന്ധം തന്നെയില്ല. അതിനാണ് നമ്മൾ ഈ കാശ്മീർ വിഷയത്തിലൊക്കെ പലപ്പോഴും ഇന്ന് വരെ കണ്ടിട്ടുള്ളതും. മറ്റൊന്ന് വിദ്യാഭ്യാസ മേഖലയുടെ നിലവാരമില്ലായ്മയാണ് കേട്ടോ. അതായത് ആക്ച്വലി നല്ലതുപോലെ നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം കോടിക്കണക്കിന് രൂപ പണം കാര്യങ്ങളൊക്കെ അത്തരത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചു. ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, നിർബന്ധിത വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നു. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, അതിനൊരു സംശയവും തന്നെയില്ല. ബട്ട് അതിന്റെ ഒരു നിലവാരം ഒട്ടും തന്നെ ഉയർത്താനായിട്ട് നമുക്ക് സാധിച്ചില്ല. അതായത് അതൊന്നും ഉയർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി പല ആൾക്കാരും ഇന്ന് വേറെ ലെവലിലോട്ട്, അതായത് ബേസിക് ആയിട്ടൊരു മനുഷ്യനോട് എങ്ങനെ പെരുമാറണം, ബേസിക് ആയിട്ടുള്ള സിവിക് സെൻസ്, ഈവൻ ജനാധിപത്യം എന്താണ്, അതിന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. അതായത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 100 പേര് നല്ലതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ പോലും അതിൽ 10 പേര് മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. ബാക്കി 90 പേരും പഠിച്ചാലും ഇല്ലെങ്കിലും ഒരേപോലെ ആ ഒരു ലെവലിലോട്ട് ആയി മാറാണ്. ഇതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു നിലവാരവും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അതിന്റെ ക്വാളിറ്റി ഒട്ടും തന്നെ കൂട്ടിയില്ല. അതാണ് ഏറ്റവും വലിയ മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്. എന്നാണെങ്കിലും ഇതിനെല്ലാം തന്നെ തരണം ചെയ്യാൻ തന്നെയാണ് PM-ശ്രീ പ്രോഗ്രാം, അത്തരത്തിലുള്ള പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നരേന്ദ്രമോദിക്ക് വെച്ചിട്ടുള്ളത്. അതായത് അതിലൊക്കെ ആക്ച്വലി പറയുന്നതെന്ന് പറഞ്ഞാൽ വെറും പഠിക്കാണ്ട്, നമ്മൾ കുറെ കാണാണ്ട് പഠിക്കാതെ സ്കിൽ ബേസ്ഡ് ആയിട്ട് പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല നോളജുകളും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക, സ്കിൽസും കാര്യങ്ങളൊക്കെ അത്തരത്തിൽ അച്ചീവ് ചെയ്യുക. അതുപോലെ ഫിസിക്കലി, മെന്റലി, ഇമോഷണലി, സോഷ്യലി ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി അതിലൊക്കെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ അങ്ങനെ ചെറിയൊരു കുഞ്ഞു മാറ്റം വരുമ്പോഴത്തേനും കുറെ പൊട്ടന്മാരായിട്ടുള്ള സഖാക്കൾ ഒച്ചുമ്പളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് സൈഡിലൂടെ ചിന്താ വിളിക്കാനായിട്ടും